വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. നമുക്കെല്ലാവർക്കും ഈ നിമിഷം ഇപ്രകാരം പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ലഭിക്കുന്ന ഒരു ഹൃദയവും ഒരാത്മാവും എന്നുള്ള ഈ അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മീയ മേഖലകളിലെ അനുഭവങ്ങളിൽ കണ്ണു തുറന്ന് കാണുവാനും പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ ജീവിക്കുവാനും ശക്തിയും ബലവും നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32-ാം തിരുവചനം: വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ഇത് പന്തക്കുസ്തായ്ക്ക് ശേഷം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒരു ഹൃദയം മനുഷ്യബുദ്ധിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒരു ഹൃദയം, ഒരാത്മാവ്. അതായത് യേശുക്രിസ്തുവിനെ ആരെല്ലാം രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നോ അവരെല്ലാവരും അത്തരത്തിലുള്ള ഒരു അഭിഷേകത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പന്തക്കുസ്താ ദിവസം 3000-ത്തിലധികം പേർ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. തൊട്ടടുത്ത അധ്യായം അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ അതാ മനോഹരമായിട്ടുള്ള അടുത്ത സംഭവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. പത്രോസ് അതാ ജെറുസലേം ദേവാലയത്തിൻ്റെ വാതിൽക്കൽ വെച്ച് തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുത്തു. ആ ഒരൊറ്റ അത്ഭുതം ആ ദേശത്ത് മുഴുവൻ പെട്ടെന്ന് പടർന്നു. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ആ ഒരൊറ്റ സംഭവത്തിലൂടെ 2000-ത്തിലധികം വരുന്ന ജനതതി സ്വീകരിച്ചു. അങ്ങനെ മൊത്തം 5000-ത്തിലധികം വരുന്ന ജനതതി ദേ ഒരു ഹൃദയം, ഒരാത്മാവ്. അതിങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപ്രകാരം ഒരുമിച്ച് ജീവിക്കാനുള്ള വലിയ ഹൃദയത്തിൻ്റെ ഐക്യമായിരുന്നു. നമ്മളൊക്കെ വ്യത്യസ്തരായ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ വ്യത്യസ്തതകളുള്ളവരാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്നെ കേൾക്കുന്നവരുണ്ട്. നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ ജീവിത വഴികൾ, നിങ്ങളുടെ രാജ്യം നൽകുന്ന നിയമങ്ങൾ, അതിനൊക്കെ അപ്പുറമായിട്ട് നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഓരോ സംസ്കാരത്തിനും ഓരോ രീതികളില്ലേ? നമ്മുടെ സ്വഭാവം രൂപപ്പെട്ടിരിക്കുന്നത് അപ്രകാരമല്ലേ? വചനം പഠിപ്പിക്കുന്നത് ആരെല്ലാം യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു, ദേ അത്ഭുതകരമായൊരു കാര്യം, അവരുടെയൊക്കെ ഹൃദയങ്ങൾ ഒന്നായി മാറുന്നു, അവരുടെ ഭാഷകൾ ഒന്നായി മാറുന്നു. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പ്രസംഗിച്ചപ്പോൾ അവരവരുടെ ഭാഷകളിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ടത്. കാരണം അവരുടെ ഹൃദയം ഒന്നായി മാറി. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ തിരുസഭയുടെ ഉള്ളിലും പുറത്തും എന്തോരം പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. തിരുസഭയുടെ ഉള്ളിൽ നടക്കുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അവഗാഹമുണ്ട്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, തിരുസഭയുടെ അകത്തു നിന്നുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അല്ല, മറിച്ച് പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാനിത് പറയുമ്പോൾ ഓരോ ദേശത്തും യേശുക്രിസ്തുവിനെ രക്ഷകനെന്നും നാഥനുമായി സ്വീകരിച്ചവരുടെ ഉള്ളിൽ ഒത്തിരിയേറെ ആകുലതകളും ഭാരങ്ങളുമൊക്കെയുണ്ട്. അത് ഓരോ രാജ്യത്തുമുണ്ട്. ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി പരസ്യമായി പറയാൻ ഭയപ്പെടേണ്ട ചില സ്ഥലങ്ങളുണ്ടാവാം. ചില സ്ഥലങ്ങളിൽ നിയമപരമായി ഇനി പാടില്ല, യേശുക്രിസ്തുവിനെക്കുറിച്ച് നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതേസമയം തന്നെ ഇനി എൻ്റെ മേലും ഇതുപോലെയൊക്കെ വരുമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാകാം. അത് രാഷ്ട്രീയപരമാവാം, സാമൂഹ്യപരമാവാം. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പുറത്തുനിന്ന്, ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് അകത്തുനിന്നുള്ളതല്ല, മറിച്ച് പുറത്തുനിന്ന് ഇങ്ങനെ ഇത്രമാത്രം സമ്മർദ്ദങ്ങൾ സംഭവിക്കുമ്പോൾ നീ എന്ന് പറയുന്ന ഒരു വ്യക്തി, യേശുക്രിസ്തുവിന് വേണ്ടി രക്ഷകനും നാഥനുമായി സ്വീകരിക്കപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ്
ഈ സമ്മർദ്ദങ്ങളെ നിലകൊള്ളുന്നത്? ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നീ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞെട്ടലോടെ കണ്ട കാര്യം എന്തെന്നറിയോ? കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട കാര്യം കുറേയധികം പേര് വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. വചനം പ്രസംഗിക്കുന്നതിന് ആരൊക്കെ തടസ്സം നിൽക്കുന്നോ അവരെല്ലാവരും നശിച്ചു പോകാൻ വേണ്ടി, അവരെല്ലാവരും ഇല്ലാണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെന്തു പ്രാർത്ഥനയാണ്? അത് ഭരണകൂടത്തിനെതിരാവാം, രാഷ്ട്രീയ നിയമങ്ങൾക്കെതിരാവാം. അങ്ങനെ നശിക്കാൻ വേണ്ടി, ഇല്ലാതാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ക്രൈസ്തവ പ്രാർത്ഥനാ രീതി അല്ല. മറിച്ച് അവ ദൈവത്തെ ഭരമേൽപ്പിക്കുന്നതാണ് പ്രാർത്ഥനാ രീതി. മനോഹരമായിട്ടുള്ള ഒരു ദർശനത്തിലേക്ക് വിശുദ്ധ ഗ്രന്ഥം വഴി കാണിക്കുകയാണ്. അത് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം. വചനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പത്രോസും യോഹന്നാനും സംഘത്തിൻ്റെ മുമ്പിൽ. പത്രോസിനെയും യോഹന്നാനെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരാണല്ലോ കത്തിപ്പടർത്തുന്ന തീപ്പന്തങ്ങളായിട്ട് ജ്വലിക്കുന്നവർ. അവർ രണ്ടുപേരെയും വചനം പഠിപ്പിക്കുന്നത് അറസ്റ്റ് ചെയ്തു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു, ഏകദേശം 5000-ഓളം പേര് ഇപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവരിങ്ങനെ ജ്വലിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പത്രോസിനെയും യോഹന്നാനെയും അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇനി മേലിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന നാമം പറയരുത്. ഇനി മേലിൽ നിനക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവകാശമില്ല, മിണ്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ വേല ചെയ്യുന്നതിന് വിലക്ക്. എന്തു ചെയ്യും? നിന്റെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്തിരിക്കുക. നിസ്സാരപ്പെട്ട കാര്യമല്ല. എന്തിനു വേണ്ടി ഞാൻ നിലകൊള്ളുന്നുവോ ആ കാര്യത്തെ വിലക്ക്. ഇനി പാടില്ല, ഇനി ആരോടും സംസാരിക്കാൻ പാടില്ല. നീ മാത്രമല്ല, നീ പോയിട്ട് പറയണം, നിന്റെ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, വിശ്വാസികളുടെ കൂട്ടായ്മ, അവരോട് പറയണം, ഇനി മേലിൽ യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങളോ അടയാളങ്ങളൊന്നും കാണിക്കണ്ട. യേശുക്രിസ്തുവിൻ്റെ പേരിനി മിണ്ടരുത്. സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതിന് തടസ്സം. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതിന് തടസ്സം വന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ നിന്നോട് പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തിയാൽ നീ എന്തു ചെയ്യും? പലതരത്തിൽ ഈ കാര്യത്തോട് നമുക്ക് പ്രതികരിക്കാം. ഒരുപക്ഷെ കുറേയധികം പേര് ഇനി മിണ്ടണ്ട, ജീവനിൽ പേടിയുണ്ടല്ലോ, ഇനി മിണ്ടണ്ട, ഉള്ള കഞ്ഞിയൊക്കെ കുടിച്ച് ജീവിച്ചോളാം, ഇത് മതി എന്നും പറഞ്ഞ് പിൻവാങ്ങാം. വേറെ കുറേ പേരെന്ത് ചെയ്യും? ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞോ? അതാരാ അങ്ങനെയൊക്കെ പറയാനുള്ളത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശക്തിയുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടല്ലോ. കാരണം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അത്രമാത്രമാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, മാറി നിന്ന് ശത്രുവിനെതിരെ, ഇങ്ങനെ പറഞ്ഞവർക്കെതിരെ കുറേയധികം ശാപങ്ങൾ ഉയർത്താം, അവർക്കെതിരെ പ്രാർത്ഥിക്കാം, അവർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പത്രോസും യോഹന്നാനും എന്തു ചെയ്തു എന്നുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 23-ാം തിരുവചനം. വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി. എവിടുന്ന? കാരാഗ്രഹത്തിൽ നിന്ന് മോചിതരായ അവർ ദൈവജനത്തിൻ്റെ മുമ്പിലെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടായ്മയുടെ മുമ്പിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത കാര്യം, പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. എന്താണോ ഞങ്ങളോട് ഞങ്ങളുടെ അധികാരികൾ പറഞ്ഞത് നിങ്ങൾ അറിയിക്കുന്നു. ഇതാണ് കാര്യം. എന്താണ് ആ കാര്യം? ഇനി മേലിൽ ഈശോയെക്കുറിച്ച് ആരോടും പറയാൻ പാടില്ല. സുവിശേഷ ശുശ്രൂഷ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു. ഉടനെ അവരെന്ത് ചെയ്തെന്നറിയോ? അത്ഭുതകരമായ കാര്യം. അവർ ചെയ്ത കാര്യം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 24. അതു കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ, ഏത് കേട്ടപ്പോൾ? ഈ വിലക്കിനെ കുറിച്ച് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ആരോടാണ്? ദൈവത്തോട് അപേക്ഷിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഉടനെ തന്നെ അവരവിടെ ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് ആലോചന ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയല്ല. അങ്ങനത്തെ തർക്കങ്ങളും വാഗ്വാദങ്ങളും അവിടെ ഇല്ല. ഇനി അടുത്ത വഴി എന്ത്, ഇനി ഇത് പറ്റത്തില്ലല്ലോ, ഇനി മറ്റെന്ത് സാധ്യതകൾ എന്നവരവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയല്ല. മറിച്ച് അവർ ചെയ്ത കാര്യം എന്താ? അവരവിടെ ഇരുന്നുകൊണ്ട് ഉടനെ തന്നെ ഏകമനസ്സോടുകൂടെ സ്വർഗത്തിലേക്ക് ഇതാ അവരുടെ പ്രാർത്ഥനകൾ ഉയർത്തുകയാണ്. എന്നിട്ട് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്നറിയോ? നാഥാ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ. ദൈവത്തെ അവർ വിളിക്കുകയാണ്. ദൈവമേ, സകലത്തിൻ്റെയും അധിപനായ ദൈവമേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാ മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, വിജാതിയർ രോഷാകുലരാവുന്നത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹേറോദോസും പന്തിയോസ് പീലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. ആയതിനാൽ കർത്താവേ, അടുത്ത പ്രാർത്ഥനയാണ്, ശ്രദ്ധിച്ചോണം. അപ്പോസ്തല പ്രവർത്തനം 4:28 വചനം പറയുന്ന, അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ഇതാണ് പ്രാർത്ഥന. ആദിമ ക്രൈസ്തവ സമൂഹം ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടെ നിന്ന് അവർ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, സകലത്തിൻ്റെയും അധിപനായ ദൈവമേ, നീ ശ്രദ്ധിച്ചു കൊള്ളണേ. ഇതാണ് ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യം. നീ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും ഇതുതന്നെയാണ്. നമ്മൾ ആലോചനകളും ചർച്ചകളും നടത്തി സുവിശേഷവൽക്കരണം ഇനി എങ്ങനെ നടത്താം, അങ്ങനെ നടത്താം, ഇനി ഇങ്ങനെ പറ്റില്ലല്ലോ, അങ്ങനെ പറ്റില്ലല്ലോ, ഭാവി അടഞ്ഞല്ലോ, വാതിലടഞ്ഞല്ലോ, ഇനി മറ്റു സ്ഥലങ്ങളിൽ, അതൊന്നുമല്ല. വചനം പഠിപ്പിക്കുന്നത് എന്താ? വചനം പഠിപ്പിക്കുന്നത് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയാം, ദൈവമേ, ദേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നീ ശ്രദ്ധിച്ചു കൊള്ളണം. ഇത് നിൻ്റെ കാര്യം, നീ ശ്രദ്ധിച്ചു കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങളിൽ ചില അപാകതകൾ ഈ വിഷയത്തിൽ നമുക്ക് സംഭവിക്കുന്നുണ്ട്. സമ്മതിച്ചേ പറ്റൂ. വചനത്തിനെതിരെ നിൽക്കുന്നവൻ നശിച്ചു പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്. അത് ഏത് അധികാരിക്ക് വേണ്ടിയിട്ടായിക്കൊള്ളട്ടെ, നശിച്ചു പോകാനല്ല. അവൻ്റെ ജീവിതത്തിൽ ജ്ഞാനമെന്നറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. അതോടൊപ്പം തന്നെ അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിത വഴികളിൽ, നീ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, അത് ഇടവകയിലാവാം, അത് രൂപതയിലാവാം, ഒരു രാജ്യത്താവാം, അതേ ഒരു ധ്യാനകേന്ദ്രത്തിലാവാം, എവിടെയെല്ലാം വചന ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെതിരായി നീ പറഞ്ഞു പരത്തിയ കഥകളല്ല വേണ്ടത്, മറിച്ച് ദൈവമേ, നിൻ്റെ കൈകളിലേക്ക് ഇത് ഏൽപ്പിക്കുന്നു. അതൊരു പ്രാർത്ഥനയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ചില അപാകതകൾ സംഭവിക്കുന്നുണ്ട്. ഒരു വചന ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാകുമ്പോൾ ഉടനെ തന്നെ അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും എഴുതി അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ കൈയടി നേടാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തി അതിങ്ങനെ പരസ്പരം ചെളിവാരി എറിയുന്ന തരത്തിൽ അതിങ്ങനെ പരത്തി നിൻ്റെ അഭിഷേകം നീ കളയരുത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ശ്രദ്ധിക്കണം. നിൻ്റെ അഭിഷേകം നീ കളയരുത്. നിനക്കൊരു നിയോഗമുണ്ട്. സുവിശേഷ ശുശ്രൂഷയ്ക്കെതിരെ വരുന്ന ഏതൊരു കാര്യം സംഭവിച്ചാലും നീ ശ്രദ്ധിക്കണം. അതിനെതിരെ പോയി യുദ്ധം ചെയ്ത് നിൻ്റെ നിയോഗവും അഭിഷേകവും നീ കളയരുത്. മറിച്ച് നീ ദൈവത്തെ ഭരമേൽപ്പിക്കുക. ദൈവമേ, നീ നോക്കിക്കൊള്ളണം. ഞാനിത് പറയുന്നത് ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. നാളെ ഒരു കാലത്ത് ഫേസ്ബുക്കിൽ ഒരു ചിത്രമോ ഒരു വീഡിയോയോ ഒരു നോട്ട് കുറിപ്പോ നീ കണ്ടാൽ ഷെയർ ചെയ്യുന്നതിന് മുമ്പ്, ലൈക്ക് അടിക്കുന്നതിന് മുമ്പ്, വാട്സപ്പിൽ ഒരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നീ ഒന്ന് ചിന്തിക്കണം. ഇത് ശരിയോ തെറ്റോ? ഇതെൻ്റെ നിയോഗമാണോ? അതോ ശത്രുവിനെതിരെ എന്തെങ്കിലും പറഞ്ഞു വരുത്തി കുപ്രചരണങ്ങളോ സത്യമോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു വരുത്തേണ്ടതല്ല നിൻ്റെ നിയോഗം. മറിച്ച് പത്രോസും യോഹന്നാനും നിൻ്റെ മുമ്പിൽ കാണിച്ചു തരുന്ന മാതൃക
അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചൊരു വ്യക്തിയുടെ അടയാളമാണ്. ആ അടയാളമാണ് നമ്മൾക്ക് വേണ്ടത്. ആ അടയാളത്തിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു? അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഉറപ്പിച്ചു കൊള്ളണം, ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആയതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. ദൈവമേ, നീ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ പത്രോസ്, യോഹന്നാനും തുടങ്ങിയ ശിഷ്യ സമൂഹം അവർ പ്രാർത്ഥിച്ച മനോഹരമായൊരു പ്രാർത്ഥന ബൈബിളിൽ തുടർന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. ദൈവത്തോട് പറയുക, ദൈവമേ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, നീ നോക്കിക്കോണം. ദൈവമേ, ഇതൊക്കെയാണ് അനുഭവങ്ങൾ, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നീ നോക്കിക്കോണം. പക്ഷേ നീ ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരണം. എന്താണെന്നറിയോ? നിന്റെ പരിശുദ്ധദാസൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനായി ഞങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ കൈകൾ നീട്ടണമേ. അഭിഷേകത്തിൻ്റെ കൈകൾ നീട്ടണമേ. ഇതൊരു പ്രാർത്ഥനയാണ്, ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്. അഭിഷേകത്തിൻ്റെ കൈകൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ. അങ്ങനെ ചെയ്തിട്ട് അടുത്ത വചനം പറയുന്നത് എന്താണെന്നറിയോ? അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള അവരുടെ പ്രാർത്ഥനയാണ്. ഇനി മേലിൽ യേശുവിനെക്കുറിച്ച് പറയരുതെന്ന് വാ മൂടിക്കോ. ഇനി നിനക്ക് വചനം പറയാനുള്ള യാതൊരു സാധ്യതയില്ല, വിലക്ക് എന്നതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പത്രോസ്, യോഹന്നാനും ആദിമ ക്രൈസ്തവ സമൂഹം ധൈര്യത്തോടെ പറയുകയാണ്, ദൈവമേ, രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണം. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന അവിടുത്തെ അഭിഷേകത്തിൻ്റെ കരം ഞങ്ങളിലേക്ക് വീശണം. എന്നിട്ട് എന്തിനാ? രണ്ടാമത്തെ കാര്യം, ധൈര്യപൂർവ്വം വചനം പറയാൻ. വചനം എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊടുക്കാൻ ശക്തിയും ബലവും ഞങ്ങൾക്ക് വേണം. അതിനുള്ള കരുത്ത് ഞങ്ങൾക്ക് വേണം. യേശുവിനെ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു അവരുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലേക്കാണ് ഈ കാലഘട്ടം വളരേണ്ടത്. ഈ പ്രാർത്ഥനയിലേക്കാണ് ഈ വചന ശുശ്രൂഷ നിന്നെ ക്ഷണിക്കുന്നത്. നിൻ്റെ കുടുംബത്തിലാവാം വചന ശുശ്രൂഷയ്ക്ക് എതിര് നിൽക്കുന്ന ചില മേഖലകൾ. നിൻ്റെ ഭർത്താവാവാം, നിൻ്റെ ഭാര്യയാവാം, നിൻ്റെ മക്കളാവാം, മാതാപിതാക്കളാവാം, ആരുമായിക്കൊള്ളട്ടെ. ഇനി മേലിൽ പള്ളിയിൽ പോകരുത്, പ്രാർത്ഥിക്കരുത്, വചനം വായിക്കരുത് എന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കാനല്ല, പറഞ്ഞ ആൾക്കെതിരെ മാറിയിരുന്നുകൊണ്ട് ചീത്ത പറയാനല്ല, മറിച്ച് എന്ത് ചെയ്യാനാ? ദൈവമേ, നോക്കിക്കോണേ ഈ കാര്യങ്ങൾ, എന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. ദൈവമേ, അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും കഴിവും കൃപയും അഭിഷേകത്തിൻ്റെ കരം എൻ്റെ മേലും, അങ്ങനെ ഞാൻ ധൈര്യപൂർവ്വം വചനം പറയട്ടെ. ഒരിടവകയിലാണെങ്കിൽ നീ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഒരുപക്ഷെ നീ പ്രാർത്ഥനക്കാരനാണ്, ഈശോയെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നു, ഹല്ലേലൂയക്കാരനാണ് എന്നിങ്ങനെയൊക്കെ കളിയാക്കലുകളുള്ള ചില വാക്കുകളൊക്കെ ഉണ്ടാവാം. അത് കേട്ടിട്ട് നീ മാറി നിന്നുകൊണ്ട് മിണ്ടാണ്ടിരിക്കാനല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ ധൈര്യപൂർവ്വം പ്രസംഗിക്കാനുള്ള ശക്തിയും ചങ്കൂറ്റവും അതിനുള്ള കരുത്ത്. പ്രിയപ്പെട്ടവരെ, അതാണ് പ്രാർത്ഥന. അതൊരു ഏതൊരു ശുശ്രൂഷ മേഖലയിലാവാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളൊക്കെ ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിലല്ലേ. നിൻ്റെ ജീവിത വഴിയിൽ എന്താണ് വചന ശുശ്രൂഷയ്ക്ക് തടസ്സമുള്ളത്? ഇതാണ് ധ്യാനിക്കേണ്ടത്. നിൻ്റെ ജീവിത വഴിയിൽ ഓരോരുത്തരും ഓരോ ജീവിത വഴികളിലാണ്. നീ ആയിരിക്കുന്ന ഓഫീസിൽ നീ ഒരു ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, യേശുക്രിസ്തുവിനെ വേണ്ടി നിലകൊള്ളേണ്ട വ്യക്തിയാണ്. നിനക്കൊരു ദൗത്യമുണ്ട്, നിയോഗമുണ്ടല്ലോ. നീ വെറുതെ ജോലി ചെയ്യുന്നത് കുറേ പണം കിട്ടാനല്ല, കുറേ തിന്നാനും കുടിക്കാനുമല്ല, മറിച്ച് നിനക്കൊരു നിയോഗമുണ്ട്. നീ ആയിരിക്കുന്ന സ്ഥലത്ത് യേശുക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളണം, യേശുവിനെ പ്രഘോഷിക്കാൻ പഠിക്കണം. അങ്ങനെ ചെയ്താൽ നിന്നിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് അവർ ചെയ്ത കാര്യം. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയണേ. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവിക ശക്തിയാൽ നിറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ വചനം പറയാൻ, യേശുക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാനുള്ള കൃപയും അഭിഷേകവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ച അവസരത്തിൽ ആ കാര്യങ്ങൾ ചുറ്റുവട്ടത്ത് സംഭവിക്കാൻ തുടങ്ങും.
സംഭവിക്കാൻ തുടങ്ങും. ഭയപ്പെട്ടിരിക്കരുത്. ഭയം എന്ന് പറയുന്നത് പിശാചിൻ്റെ ആയുധമാണ്. ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളൂല. എല്ലാ കാര്യത്തിൽ നിന്നും പുറകോട്ട് വലിയും. ഒന്നിനോടൊരു താല്പര്യം ഇല്ലാണ്ടാവും. ഭയം പിശാച് വിതയ്ക്കുന്ന വിത്താണ്. ആ ഭയത്തിൻ്റെ മുകളിൽ പ്രത്യാശയുടെ അഭിഷേകം പരിശുദ്ധാത്മാവ് നിനക്ക് നൽകും. പന്തക്കുസ്തായുടെ അഭിഷേകം എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിൽ നിറയുന്ന അഭിഷേകമാണ്. നിൻ്റെ ജീവിതത്തിൽ അല്പം കൂടെ പ്രകാശമാനമായ തരത്തിൽ ജീവിതത്തെ കാണാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ അനുഗ്രഹം പിടിച്ചു വാങ്ങുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഇട്ടിട്ട് പോകാനല്ല, മിണ്ടാണ്ടിരിക്കാനല്ല, ഭയപ്പെട്ട് മാറാനല്ല, ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനല്ല, മറിച്ച് എന്തു ചെയ്യാൻ? ദൈവമേ നീ നോക്കിക്കോണേ. എന്നിട്ട് വചനത്തിൻ്റെ ശക്തി എന്താ? ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ എൻ്റെ മേൽ വീശണമേ, അഭിഷേകത്തിൻ്റെ കൈകൾ എൻ്റെ മേൽ നിറയട്ടെ. ദൈവമേ ധൈര്യപൂർവ്വം വചനം പറയാനുള്ള കൃപ തരണേ. പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥിച്ച അവസരത്തിൽ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കൂട്ടായ്മയിൽ സംഭവിച്ച കാര്യം എന്താ? അവരിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അതിലും വെറും പ്രാർത്ഥനയായിട്ട് മാറിയില്ല, മറിച്ച് അത് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു. അതാണ് തൊട്ടടുത്ത വചനം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 31-ാം തിരുവചനം. വചനം ശ്രദ്ധിച്ചു വായിച്ചോണേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരിൽ സംഭവിച്ച കാര്യം എന്താ? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ നിറവാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. ആരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ട്, ഞാനൊരു ധ്യാനത്തിൽ കൂടി എനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് മതി. അതല്ല, മറിച്ച് ഓരോ പ്രാർത്ഥനയും പന്തക്കുസ്തായാണ്. ഓരോ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. നിൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, അത് പന്തക്കുസ്തായാണ്. നിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രാർത്ഥനകൾ നമ്മൾ അർപ്പിക്കുമ്പോൾ ഓർത്തോണം, അതെൻ്റെ ജീവിതത്തിലെ പന്തക്കുസ്തായാണ്. അപ്പസ്തോലന്മാരുടെ മേൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചുവെന്ന് വചനം വായിക്കുന്നു. എന്നാൽ വചനം വായിച്ചത് എങ്ങനെയാണ്? അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അതെ, വീണ്ടും ഈ ഒരു പ്രോസസ്, ഓൺഗോയിങ് പ്രോസസ് അവരുടെ ജീവിതത്തിന് അവസാനം വരെ നിലനിന്നിരുന്നു. പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുന്ന ഒരു അഭിഷേക ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർ അനുഭവിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി, ഇത് മതി. ചിലർ പറയും, എൻ്റെ പ്രാർത്ഥനാ രീതി ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് മതി. അതിനെയാണ് മിനിമം സ്പിരിച്വാലിറ്റി എന്ന് പറയും. എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ മതി, അതുകൊണ്ട് ഇത്രയൊക്കെ മതി, പോരാ. കൂടുതൽ കൂടുതൽ നീ ആഗ്രഹിക്കുക, കൂടുതൽ നീ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും മതി എന്ന് പറയരുത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അത് കൂടുന്നതനുസരിച്ച് നിൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ അഭിഷേകങ്ങൾ വന്ന് നിറഞ്ഞു തുടങ്ങും. എസെക്കിയേൽ പ്രവചനത്തിലൊക്കെ പറയുന്നില്ലേ പരിശുദ്ധാത്മാവാകുന്ന നദിയെക്കുറിച്ചൊക്കെ? അതാ ദേവാലയത്തിൻ്റെ മധുബഹായിൽ നിന്നൊഴുകുന്ന പരിശുദ്ധാത്മാവാകുന്ന നദി. ആ നദിയിൽ അത് വെറുതെ പോയി കാല് ചവിട്ടിയിട്ട് പോന്നാൽ പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ, നദിയിൽ മുങ്ങി നിവരണം. പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ മുങ്ങി നിവരുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ പൂരിതരാവുക, ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. ജീവിതത്തിന് അവസാനം വരെ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷയും ഒരു പന്തക്കുസ്ത അനുഭവമാണ്. പത്രോസും യോഹന്നാനും തുടങ്ങുന്ന ആദിമ ക്രൈസ്തവ സമൂഹം അവർ ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന വണ്ണം അവർ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ദൈവമേ ശത്രുവിനെ നീ നോക്കിക്കോണേ. രണ്ടാമത് പ്രാർത്ഥിച്ചത് എന്താ? ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ നിറയട്ടെ, ശക്തി ഞങ്ങൾ നിറയട്ടെ, അതുകൊണ്ട് ഞങ്ങൾക്ക് വചനം പറയാനുള്ള കഴിവുണ്ട്
ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി. ഒരടയാളം കൊടുത്തതാ. എന്താ? നിന്റെ പ്രാർത്ഥന ദേ ഒരു അഭിഷേകം നിറയുന്നു. അവർ നിന്നിരുന്ന സ്ഥലം കുലുങ്ങി. പ്രപഞ്ചത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. പന്തക്കുസ്താ ദിവസം കാറ്റടിച്ചതും തീ വന്നതുമൊക്കെ എന്താ അത് സൂചിപ്പിക്കുന്നത്? പ്രപഞ്ചം നിന്റെ പ്രാർത്ഥന ദേ അംഗീകരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ബലം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ തീഷ്ണതയോടെ വചനം പ്രസംഗിച്ചു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്കകത്തുനിന്നല്ല പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളെ നേരിടാൻ വചനം നൽകുന്ന ശക്തി എന്താണെന്നറിയാവോ? ദൈവമേ, നിൻ്റെ ശക്തി ഞങ്ങൾ നിറയണം. ആ ശക്തി കൊണ്ട് വചനം പറയണം. വചന ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്ന കാര്യങ്ങളെ ദൈവമേ നീ നോക്കിക്കോണം. അതിനെതിരെ യുദ്ധം ചെയ്ത് നിൻ്റെ സമയം കളയരുത്. ആ ദൈവം നോക്കിക്കൊള്ളും. നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ആത്മാവിൽ നിറയുക. ഈ ഒരു അഭിഷേകത്തിലേക്ക് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.